നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. വിവിധ നദികളിൽ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. നദികളിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. TS ഹരികൃഷ്ണ വിശദീകരിക്കും. സംസ്ഥാനത്ത് മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നദികളിൽ ജലനിരപ്പ് കാര്യമായി കുറഞ്ഞിട്ടില്ല. നദികളിൽ ഇപ്പോഴും ഉയർന്ന ജലനിരപ്പ് തന്നെയാണ്. ജലസേചന വകുപ്പ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഓരോ നദികളിലും എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പ് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണ്. പ്രധാനമായും ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ടൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ ആറിൽ ഓറഞ്ച് അലർട്ടാണ്. കല്ലേലി പന്തളം സ്റ്റേഷനിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാറിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനാൽ കക്കടശ്ശേരി, തൊടുപുഴ സ്റ്റേഷനിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. കോട്ടയത്തും ഓറഞ്ച് അലർട്ടാണ് മീനച്ചിലാറ്റിൽ. അപ്പോൾ അവിടെയൊക്കെ ജലനിരപ്പ് ഉയർന്ന ഒരു സ്ഥിതിയാണ്. പാലാ സ്റ്റേഷനിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ കോട്ടയത്ത് തന്നെ യെല്ലോ അലർട്ട് മീനച്ചിലാറ്റിലുണ്ട്. മീനച്ചിലാറ്റിൽ പേരൂർ സ്റ്റേഷൻ അവിടെ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നദിക്കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ മണിമലയാറ്റിലും ഇതേ സമാനമായ സാഹചര്യം തന്നെയാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ മണിമല സ്റ്റേഷൻ ഭാഗത്ത് യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ്. തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂർ കരുവന്നൂർ പുഴയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കരുവന്നൂർ സ്റ്റേഷനിൽ തന്നെയാണ് യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നത്. കണ്ണൂർ വളപട്ടണത്താണ് യെല്ലോ അലർട്ടുള്ള മറ്റൊരു നദി. അനങ്ങോട് സ്റ്റേഷനിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പ്രധാനമായും വടക്കോട്ട് മഴ കൂടുതലായതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ വേണം. കാസർഗോഡ് ജില്ലയിൽ കരിയങ്കോട് നദിയിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഭീമനാടി, മധൂർ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മഴ ഒരല്പം ശക്തി കുറഞ്ഞെങ്കിലും ഈ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളുടെ ഷട്ടറുകളൊക്കെ ഇപ്പോഴും തുറന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നദികളിലെ ജലനിരപ്പ് കുറയാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ നദീതീരത്തൊക്കെ താമസിക്കുന്നവരൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം.